അസ്സലാമു നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു മിനി ബൊക്കറ്റ് ട്യൂട്ടോറിയലാണ്. സോ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്, ഞാൻ ഒരു 3 ഫ്ലവറിൻ്റെ ഒരു ബൊക്കറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ഫ്ലവേഴ്സും 3 ബാംബോ സ്റ്റിക്കും പിന്നെ അതുപോലെ തന്നെ റിബണും സെല്ലോ ടേപ്പാണ് നമുക്കിതിന് ആവശ്യം. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു സ്റ്റിക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് അത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റി സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റിക്കും ഫ്ലവറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഞാൻ ഇതിനകത്ത് ആ സ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എനിക്ക് ആവശ്യമുള്ള ബൊക്കയുടെ ലെങ്ത്ത് അനുസരിച്ച് ഞാൻ വെട്ടി കുറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ 2 ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്ക് ആദ്യം എടുത്ത് അത് രണ്ടും കൂടെ ക്രോസ് ആക്കി വെച്ച് നമ്മൾ വീണ്ടും സെല്ലോ ടേപ്പ് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് നമ്മുടെ 3rd സ്റ്റിക്കും കൂടെ എടുത്ത് കുറച്ച് താഴ്ത്തിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. താഴ്ത്തി വെച്ചിട്ട് വീണ്ടും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് നല്ലതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബൊക്കെ ഷീറ്റ് അത് ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് 4 ഈക്വൽ സ്ക്വയർ ഷീറ്റായിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് അതിൽ 2 സ്ക്വയർ എടുത്ത് വീണ്ടും ഞാൻ ചെറിയ സ്ക്വയേഴ്സായിട്ട് ഞാൻ വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഷീറ്റ് എടുത്തിട്ട് 2 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് സെല്ലോ ടേപ്പ് പൊട്ടിച്ചതിന് ശേഷം ബഞ്ചെടുത്ത് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് നമ്മളത് സെല്ലോ ടേപ്പ് വെച്ച് നല്ലതുപോലെ സെക്യൂർ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത ഷീറ്റ് എടുത്തിട്ട് ഇപ്പം റൈറ്റ് സൈഡിലാണ് വെക്കുന്നതെങ്കിൽ റൈറ്റ് ഭാഗം മാത്രം നമ്മൾ ഫോൾഡ് ചെയ്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അത് അതിൻ്റെ ബാക്കിലായിട്ട് വെച്ചിട്ട് വീണ്ടും ചുറ്റിയെടുക്കുക. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് വീണ്ടും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമ്മളതിൻ്റെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യാനായിട്ട് നമ്മളൊരു ഷീറ്റ് എടുത്തിട്ട് 6 ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മളതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് എടുത്ത് വെച്ച് 2 സൈഡിലായിട്ട് ഞാൻ വെച്ചിട്ടാണ് സെക്യൂർ ചെയ്തത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള റിബൺ ടൈ ചെയ്ത് ആ ഒരു ബൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഫൈനൽ റിസൾട്ട് ഇതുപോലെയാണ്.